ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഒരിടം വരെ പോകാൻ നിൽക്കുകയാണ്. തമ്പ്ലൈനി സൂചിപ്പിച്ച പോലെ തന്നെ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു മൊമെൻറ്റ് നടക്കാൻ പോകണം. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെയാണ്. അപ്പോൾ വീട്ടിലെല്ലാവരോടൊക്കെ പറഞ്ഞ് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് പോകാൻ വേണ്ടി ബസ് കാത്ത് നിൽക്കുന്ന കോലമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ബസ് വന്നു. അങ്ങനെ ഞാൻ പത്തനംതിട്ട പ്രൈവറ്റ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞു. അങ്ങനെ പത്തനംതിട്ട സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 5:30 ആയി. എനിക്ക് 7 മണിക്ക് മുൻപ് സ്പോട്ടിലെത്തണം. ഒരുപാട് ലേറ്റായി എന്നുള്ള ടെൻഷനിലൊക്കെയാണ് പോകുന്നത്. എന്തായാലും ഭാഗ്യത്തിന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ പന്തളം വണ്ടി കിട്ടി. പന്തളത്ത് എത്തിക്കഴിഞ്ഞുകൊണ്ട് അവിടെ ഏട്ടൻ്റെ കൂടാണ് പിന്നെ അങ്ങോട്ടുള്ള നമ്മളെ യാത്ര. അങ്ങനെ ഞാൻ ഏകദേശം ഒരു അരമണിക്കൂർ യാത്രയ്ക്കൊടുവിൽ പന്തളത്ത് എത്തിച്ചേർന്നു. പന്തളത്ത് എത്തിയ ഉടനെ ഞാൻ 6 മണി കഴിയുമ്പോൾ തന്നെ എത്തുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ 6:15 അടുപ്പിച്ചായി പന്തളത്ത് വന്നപ്പോഴത്തേനും. അപ്പോഴത്തേനും ഏട്ടൻ അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഏട്ടനും കൂടെ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടുകൂടി ലൊക്കേഷനിൽ എത്തിച്ചേർന്നു. നമ്മളുടെ ഇന്നത്തെ പ്രോഗ്രാം നടക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറനാട് അടുപ്പിച്ചിട്ടുള്ള മറ്റപ്പള്ളിയിൽ ഒരു ഗുരുക്ഷേത്രത്തിൻ്റെ സമർപ്പണവുമായി ബന്ധപ്പെട്ടൊരു ചടങ്ങിനായിരുന്നു. അപ്പം നേരത്തെ കണ്ടായിരുന്നു നമ്മുടെ ഗ്യാങ് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാമിൻ്റെ സ്ഥലത്തൊക്കെ എത്തി. ആദ്യമായിട്ട് കയറിയാൽ അത്യാവശ്യം ചെറിയൊരു പേടിയും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചിപ്പി ചേച്ചിയുടെ കൂടെ ശ്രീരാധയും ഭജൻസിലാണ് കേട്ടോ ഞാനിപ്പോൾ പാടാൻ പോകുന്നത്. നല്ലൊരു വേദി ആദ്യമായിട്ടാണ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ നല്ല ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ചേച്ചി നല്ല കൂളായിട്ട് ചെയ്യുക, എന്താണെന്ന് വെച്ചാൽ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാവുന്ന രീതിയിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ പറ്റിയെന്നാണ് തോന്നിയത്. അതിനുശേഷം ഞങ്ങൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നു. ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.